ധ്യാനം എന്ന് പറയുമ്പോ തന്നെ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നിരന്തര സ്മരണ എന്നാണ് യഥാർത്ഥത്തിൽ അതിന്റെ അർത്ഥം. ആ അതായത് നിരന്തര സ്മരണയാണ് ഈ ധ്യാനം എന്ന് പറയുന്നത് തന്നെ. ആ വിചാരത്താൽ വികാരത്തെ നിയന്ത്രിച്ചു ആ ദർശനത്തെ തന്നെ, നമ്മളുടെ ജീവിത ദർശനം എന്താണോ അതിനെ തന്നെ ദർശിക്കുക എന്നുള്ള നല്ല ധാരണയിൽ ധർമ്മത്താൽ ലക്ഷ്യത്തെ ധരിക്കുക എന്നതാണ് ധ്യാനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉവ്വ. അല്ലാതെ ദൈവചിന്ത എന്നല്ല അർത്ഥം. ഇപ്പൊ ശിവനെയോ അല്ലെങ്കിൽ വിഷ്ണുവിനെയോ ബ്രഹ്മാവിനെയോ വിചാരിച്ച് ആ ഒരു അവസ്ഥയിൽ നമ്മൾ നിൽക്കുക എന്നതല്ല. അല്ലെങ്കിൽ ഏതെങ്കിലും ദൈവത്തെ കുറിച്ച് ഓർത്ത്, ബ്രഹ്മത്തെ കുറിച്ചോ അപരബ്രഹ്മത്തെ കുറിച്ചോ ഓർത്ത് നമ്മൾ ഇരിക്കുക എന്നതല്ല ധ്യാനം. ആ അങ്ങനെ ഇരിക്കേണ്ടത് ആ മേഖലയിൽ വർക്ക് ചെയ്യുന്നവരാണ്. ഉവ്വ. അതായത് ഇപ്പോ ബ്രഹ്മത്തെ കുറിച്ച് പഠിച്ചു, അപരബ്രഹ്മത്തെ കുറിച്ചുള്ള തുടർ പഠനങ്ങൾക്കായിട്ട് ആ ധ്യേയ വസ്തുവിൽ തന്നെ ചിത്തത്തെ നിർത്തിക്കൊണ്ട് അതിന് നമ്മളുടെ ചിന്താ പദ്ധതികൾ അതേ രീതിയിലാക്കി വിട്ടു. ഉവ്വ. നമ്മളുടെ ചിന്ത അതേ റൂട്ടിൽ സഞ്ചരിക്കും. അതാണ് നമ്മളുടെ ജീവിത ലക്ഷ്യം. എന്തിലേക്കാണോ നമ്മൾ ഫോക്കസ് ചെയ്തിരിക്കുന്നത് അതിലേക്കാണ് നമ്മൾ ആ ധ്യാനത്തെ കൊണ്ടുപോകേണ്ടത്. ഏതൊരു സബ്ജക്റ്റിനെ പോലെ തിയോളജി എന്ന് പറഞ്ഞ സബ്ജക്റ്റിൽ നമ്മൾ ഉപരിപഠനത്തിനായിട്ട് ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ രീതിയിൽ ധ്യാനിക്കാം. ആ അതല്ല നമ്മുടെ ജീവിത ലക്ഷ്യം, അതല്ലെങ്കിൽ ഒരു ഋഷിയുടെയോ മഹർഷിയുടെയോ ഒരു സന്യാസിയുടെയോ ആയിട്ടുള്ള ആ ചിന്താ പദ്ധതികളായിരിക്കില്ല സാധാരണ ഒരു വ്യക്തിയുടെ ധ്യാനം എന്ന് പറയുന്നത്. അതായത് ബുദ്ധിയുടെ ത്രിശക്തിയെ ന്യായമാർഗത്തിൽ നിന്ന് തെറ്റാതെ ആ ചെയ്തുകൊണ്ടിരിക്കുന്ന ധർമ്മത്തെ തന്നെ ധരിച്ച് ആ ധർമ്മത്തെ തന്നെ വഹിക്കുന്ന രീതിയിൽ അതേ പാതയിൽ തന്നെ സഞ്ചരിക്കുക എന്നതാണ് അർത്ഥം. അതാണ് ധ്യാനം എന്ന് പറയുന്നത്. അതായത് ദൈവത്തെ കുറിച്ചുള്ള ചിന്താ പദ്ധതിയല്ല ധ്യാനം എന്ന് പറയുന്നത്, നമ്മുടെ ജീവിത പദ്ധതിയെ കുറിച്ചുള്ള. കാരണം നമ്മളുടെ ഭാരതത്തിന്റെ വേദ സിദ്ധാന്തം അനുസരിച്ച് ഈ മണ്ണാണ് ശിവൻ, ഈ ജലമാണ് പാർവതി, ഈ വൃക്ഷലോകമാണ് ഹരിതലോകമാണ് വിഷ്ണു, ജന്തുലോകമാണ് ലക്ഷ്മി, അഗ്നിയാണ് ബ്രഹ്മശക്തിക്ക് കാരണം, ആകാശമാണ് സരസ്വതിക്ക് കാരണം, സരസ്വതി ആയിരിക്കുന്നത്. ദേവതാ സങ്കല്പങ്ങളെല്ലാം ഷഡ്ഭാവങ്ങളിൽ ഇവിടെ മിന്നിമറയുന്ന ഒരു ദിവം എന്ന് പറയുന്ന ആ ഒരു വൈഭവം തന്നെയാണ്, ജൈവത്തെ ജനിപ്പിക്കുന്ന ആ ദിവവൈഭവം തന്നെയാണ് ദൈവം എന്ന് പറയുന്ന ആ ദ്രവ്യോർജ നാമങ്ങൾ. അപ്പൊ നമ്മൾ അതിന്റെ ഗുണഭോക്താക്കളാകുക എന്നുള്ളതാണ്. ധ്യാനം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തെ കുറിച്ച്, നമ്മളുടെ ടാലന്റിനെ കുറിച്ച്, നമ്മളുടെ ആത്മവൈഭവത്തെ കുറിച്ച്, നമുക്ക് ജന്മസിദ്ധമായിരിക്കുന്ന ആ ജന്മസിദ്ധമായി കിട്ടിയിരിക്കുന്ന വൈഭവത്തെ കുറിച്ച് നമ്മൾ ഇട്ടിരിക്കുന്ന ഒരു ലക്ഷ്യമുണ്ടായിരിക്കും. നമ്മൾ ജീവിതത്തിൽ ഇന്ന ദൗത്യങ്ങൾ ചെയ്ത് ഇന്ന രീതിയിൽ നമ്മൾ ജീവിതത്തിൽ വിജയിക്കാം. ആ ലക്ഷ്യത്തെ കുറിച്ചുള്ള ധ്യാനമാണ് നമ്മൾ ചെയ്യേണ്ടത്. അതല്ലാതെ ഏതെങ്കിലും ആത്മീയാചാര്യന്റെ മുന്നിൽ പോയി അദ്ദേഹം പറയുന്നതിനെ കുറിച്ച് ചിന്തിച്ചിരിക്കലല്ല. അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ശിഷ്യപ്പെട്ട് അദ്ദേഹത്തിന്റെ ജീവിത മാർഗത്തെ പിന്തുടർന്ന് അദ്ദേഹം എന്താണോ പ്ലാൻ ചെയ്യുന്നത് അതായി തീരാനാണ് ശ്രമിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ ഇനി പുതിയൊരു ദൈവത്തെ കണ്ടെത്താൻ വേണ്ടിയിട്ടല്ലല്ലോ നമ്മൾ നടക്കുന്നത്. ഇന്ന് നിലവിലുള്ള നമ്മളുടെ ഈ ദേവസങ്കല്പങ്ങൾ അതിനെക്കുറിച്ച് നമ്മൾ അറിയണമെങ്കിൽ നമ്മൾ പഠിക്കുക തന്നെ ചെയ്യണം. കാരണം തിയോളജി ശാസ്ത്രമാണ്, അതാണ് നമ്മൾ അറിയേണ്ടത്. അഷ്ടാംഗയോഗം ഒരിക്കലും അറിയാതെ ധ്യാനത്തിലേക്കോ ധാരണയിലേക്കോ പോകാൻ പറ്റില്ല. കാരണം ഇതൊരു യോഗ സംബന്ധമായിട്ടുള്ള വിഷയമാണ്, ശാസ്ത്ര സംബന്ധിയാണ്. പക്ഷെ അത് കുഞ്ഞിലെ മുതലേ അത് വളർത്തിയെടുക്കാവുന്നതല്ലേ ധ്യാനമാർഗം? അതെ, ധ്യാനമാർഗം എല്ലാവരും ഇപ്പൊ തെറ്റായിട്ടാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ ഭീകരമായിട്ടുള്ള അന്ധവിശ്വാസത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ പുതിയ തലമുറയെ. ആത്മീയത എന്ന് പറഞ്ഞാൽ അറിവെന്ന് മാത്രമേ അർത്ഥമുള്ളൂ. ആത്മീയത എന്ന് പറഞ്ഞാൽ ജൈവത്തെ കുറിച്ച്, ജീവനെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അറിവിനെയാണ് ആത്മീയത എന്ന് പറയുന്നത്. ദൈവത്തെ, അതായത് ജൈവത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള, സർവ്വജീവലോകത്തെയും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ജ്ഞാന പദ്ധതിയാണ് ആത്മീയത. അത് ആത്മാവിനെ ദർശിക്കുന്നതാണ്. സർവ്വജീവനിലും ആത്മാവിനെ ദർശിക്കുന്നതാണ് ആത്മീയത. ആത്മീയത അറിവാണ്. ആ അറിവാണ് ധ്യാനത്തിന് ഉപയോഗിക്കുന്നത്. നമ്മൾ ധ്യാനിക്കുന്നത് ആരെങ്കിലും കൊല്ലാനല്ല, സർവ്വജീവ ലോകത്തിനും സുഖം ഭവിക്കുവാൻ നമുക്ക് കിട്ടിയിരിക്കുന്ന ആത്മവൈഭവത്തെ തിരിച്ചറിഞ്ഞ് അതേ രീതിയിൽ ചരിക്കാൻ വേണ്ടിയിട്ടാണ്. അത് തലമുറകളെ കുഞ്ഞിലെ മുതലേ
ഈ അറിവിലേക്ക് വേണ്ടിയുള്ള ധ്യാന മാർഗത്തെ പരിശീലിപ്പിക്കാവുന്നതല്ലേ ഉള്ളൂ ഗുരുകുല സമ്പ്രദായം എന്ന് പറഞ്ഞതുപോലെ തന്നെ. അല്ലെങ്കിൽ നമ്മൾ ഇതിനകത്ത് മെയിൻ ആയിട്ട് അറിയേണ്ടത് യോഗങ്ങളുണ്ട്. ഓരോരുത്തർക്കും ഓരോ യോഗങ്ങളുണ്ടെന്ന് കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ട്. ഓരോരുത്തർക്കും ഓരോ കഴിവാണ്. അതെ. വിവേക യോഗം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റില്ല. അഭ്യാസ യോഗം, സാംഖ്യയോഗം, ജ്ഞാനയോഗം, ഭക്തിയോഗം, സന്യാസയോഗം, രാജയോഗം, അതുപോലെ തന്നെ പരബ്രഹ്മയോഗം, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഓരോ യോഗങ്ങൾ പറഞ്ഞാൽ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ മനസ്സിന്റെ വൈഭവം കൊണ്ടാണ് ഭക്തി യോഗം എന്ന് പറയുന്നത്. ഭക്തി കൊണ്ട് സിദ്ധിക്കുന്നത് സാധ്യമാകുന്നത് തന്നെയാണ്. അത് അത്ഭുതപ്പെടുത്തുന്നതായിരിക്കും അത്. പക്ഷെ ആ സിദ്ധിയുള്ളവന് അത് സാധ്യമാകും. അതുപോലെ തന്നെയാണ് അഭ്യാസ യോഗം, ശരീരം കൊണ്ട് ചെയ്യുന്നത്. എല്ലാവർക്കും അതില് ഒരേപോലെ കഴിവുണ്ടാവണമെന്നില്ല. അതുപോലെ തന്നെയാണ് വിവേക യോഗം എന്ന് പറയുന്ന, ജ്ഞാനയോഗം എന്നൊക്കെ പറയുന്നത്. അറിവ് കൊണ്ടുള്ള ഓരോരുത്തരുടെയും ടാലന്റിനനുസരിച്ച് ഈ ധ്യാനമാർഗം മാറും. അപ്പൊ യോഗത്താൽ യോഗ്യത എന്ന് പറയുന്ന ഒരവസ്ഥയാണ്. ശരിക്കും നമ്മളുടെ ജീവിത ലക്ഷ്യം എന്താണോ മോക്ഷമാർഗമാണ് യോഗം എന്ന് പറയുന്നത്. അപ്പോ വളരെ ഇനിയും പ്രശ്നമായി എന്ന് കഴിഞ്ഞാല് മോക്ഷമാർഗം എന്ന് പറയുന്നത് മോക്ഷം ഏതാണ്ട് ഏറ്റവും അവസാന ഘട്ടത്തിൽ നിൽക്കുന്ന എന്തോ ഒരു വലിയ സാധനമാണ്, സ്വർഗമാണെന്നുള്ള വിചാരമാണ് സാധാരണ എനിക്ക് തന്നെ പ്രളവുള്ളത്. മോക്ഷം എന്താണെന്ന് പറയേണ്ടി വരും.